ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? പനീർ ബട്ടർ മസാല ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. തന്നെ പോയാൽ കൊള്ളാല്ലേ. ഇനി അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് സവാള വഴറ്റെടുക്കാം. കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പിടാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. ബട്ടർ മിക്കവാറും ബട്ടർ മസാലയ്ക്ക് ബട്ടർ കാണൂല ഗൈസ്. കറി വയ്ക്കാൻ വേണം. നീ മതിയാക്കടി, കറി വയ്ക്കാൻ വേണം. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ മസാല എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. ചണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി നേരത്തെ വറുത്ത് വെച്ച ഉള്ളി മസാലയും അതിട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചു കൊടുക്കാം. സൂപ്പിലായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലൂടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. അങ്ങനെ പനീർ ബട്ടർ മസാല റെഡി. നമുക്ക് ഇത് അരിപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. പനീർ ബട്ടർ മസാലയും അരിപ്പത്തിരിയും റെഡി. കഴിച്ചു നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടണേ. ടാറ്റാ.